മുഖലക്ഷണം നോക്കി കൈലക്ഷണം പറയും, കൈലക്ഷണം നോക്കി മുഖലക്ഷണം പറയും. വീട്ടിൽ ആളില്ല മോനെ. ഭാവി ഭൂത വർത്തമാനം പറയും. ഭാവിയിലെ ഒരു ഭൂതം വർത്തമാനം പറഞ്ഞ് ഭൂതമാനം ഭാവി ഭൂത വർത്തമാനങ്ങൾ പറയും. 114 രൂപയിൽ കുറയാത്ത കാര്യങ്ങൾ പറയും. ഹലോ, കൈ ലക്ഷണം നോക്കി നമുക്ക് ലക്ഷണം പറയും. ഭാവിഭൂത വർത്തമാനങ്ങൾ പറയും. 100 രൂപ തന്നാൽ 50 രൂപയിൽ കുറയാത്ത കാര്യങ്ങൾ കൃത്യമായി പറയും. ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ, ആരുമില്ലേ ഇവിടെ? മുഖലക്ഷണം പറയും. കൈ നോക്കി മുഖലക്ഷണം പറയും. മുഖലക്ഷണം നോക്കി കൈലക്ഷണം പറയും. 100 രൂപ കൊടുത്താൽ 50 രൂപയിൽ കുറയാത്ത കാര്യങ്ങളൊക്കെ പറയും. മുഖലക്ഷണം പറയും ചേച്ചി. മുഖത്ത് നോക്കിയാൽ നിലത്ത് നോക്കാത്തത്ര ഐശ്വര്യം തോന്നുന്ന മുഖമാണ്. പക്ഷേ കാര്യമില്ല, ഇപ്പോൾ ദുഃഖമാണ്, സങ്കടമാണ്. കൈ നോക്കിയാലോ? കഷ്ടകാലമുള്ള ദുർണതുപോലെ കുടുംബത്തേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയമാണ്. കൈയൊന്നു നോക്കി ലക്ഷണമെന്ന് അറിഞ്ഞിരുന്നാൽ പ്രതിവിധികൾ ചെയ്യാം. അങ്ങനെ പറയരുത്. കഷ്ടകാലം ഏറെയാണ്. ഒരുപാട് ഐശ്വര്യങ്ങളുള്ള മുഖമാണ്. ഈ കുടുംബത്തിന്റെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് ചേച്ചിയുടെ ഒരാളിന്റെ കഴിവുകൊണ്ടാണ്. ചേച്ചിയുടെ മിടുക്കില്ലെങ്കിൽ ഈ കുടുംബമില്ല. കുടുംബനാഥൻ അത്ര പോരാ. ഒരടി മുന്നോട്ട് വെക്കരുത്. എന്നും മറവിൽ തിരിവ് സൂക്ഷിക്കുക. മുന്നോട്ടുള്ള ഓരോ പ്രയാണങ്ങളിലും അപകടം പതിഞ്ഞിരിക്കുന്നു. തലയിൽ തേങ്ങ വീഴാനും കാലിൽ പാമ്പ് ഉമ്മ വെക്കാനും സാധ്യതയുള്ള സമയമാണിപ്പോൾ. സൂക്ഷിക്കണം. കഷ്ടകാലങ്ങൾ ഏറെ. അടയ്ക്കാതെ മടിക്കാതെ ചേച്ചി ഇവിടെ നിന്ന് വന്ന് ഇരിക്കുക. ചേച്ചി ദൈവാധീനം വളരെ കുറവായി കാണുന്നു. അത്തഞ്ചിത്ര ജോലി വിശാഖം തുടങ്ങി 27 നാളുകൾ ഒരു നാളുകാരിയാണ്. ദൈവാധീനമുള്ളതുകൊണ്ട് മനസ്സിൽ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്. കാര്യങ്ങൾ ഒരുപാട് പറയാനുള്ള മുഖമാണ്. ഭാവിഭൂത വർത്തമാനങ്ങൾ പറയും. കൈ നോക്കി മുഖ ലക്ഷണം പറയും. മുഖം നോക്കി കൈ ലക്ഷണം പറയും. ഐശ്വര്യമായിട്ട് ആ ഐശ്വര്യമുള്ള കൈ ഇങ്ങോട്ടും നീട്ടിക്ക്. മകരം, കുംഭം, മീനം, മേടം. 28-നാണ് മകളുടെ വിവാഹം. എന്റെ മകളുടേതാകാമല്ലോ. വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. കാക്കയല്ല, കഷ്ടകാലമാണ്. എന്താ പേര്? വാസന്തി. ലക്ഷ്മിയുമായി ചേർന്നു പോകേണ്ട നക്ഷത്രക്കാരിയാണ്. ചേച്ചിയുടെ ഒരാളിന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. സത്യമാണെങ്കിൽ തുറന്നു പറയാൻ മടി കാണിക്കരുത് കേട്ടോ. വാസന്തി എന്നാണ് പേരെങ്കിലും ജീവിതത്തിന്റെ വസന്തകാലം കൊഴിഞ്ഞുപോയൊരു ജീവിതമാണ് ഇപ്പൊ കാണുന്നത്. ചേച്ചിയുടെ നാളെന്താ? നക്ഷത്രം മൂലം. മൂലം നക്ഷത്രം. ജീവിതത്തിൽ ഒരു മൂലയിൽ നിന്നും ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി പോകുന്നതല്ലാതെ ജീവിതത്തിൽ ഒരു ഉയർച്ചയോ പുരോഗതിയോ കാണുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന ആളായിരുന്നു ചേച്ചി. പക്ഷെ കൂടെ കൂടിയ ആള് കൊമ്പൻ അത്ര പോരാ. ഭർത്താവേ, കുട്ടികൾ എത്ര ചേച്ചിക്ക്? 2 മക്കള് 2. 2 ആൺകുട്ടികളാണല്ലേ? ടെൻസിനും ഹിലാരിയും ഹിമാലയത്തിന്റെ മുകളിൽ കയറി കൊടി കുത്തുന്നതിന് മുന്നേ അവിടെ കയറി കൊടി കുത്തേണ്ട ഉയരത്തിൽ എത്തേണ്ടവരാണ് ആ 2 ആൺകുട്ടികളും. അതെ, ലക്ഷണം പറയും മുഖ ലക്ഷണം പറയും. മുഖം നോക്കി കൈയുടെ ലക്ഷണം പറയും. മുഖം നോക്കി കൈ ലക്ഷണം പറയും. 3 അക്കത്തിൽ കുറയാത്തൊരു സംഖ്യ ദക്ഷിണയായി വെച്ചാൽ ഉള്ളതും ഇല്ലാത്തതും ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഭഗവതിയുടെ കൃപാകടാക്ഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. മോനെ, അച്ഛൻ്റെ പേഴ്സ് എടുത്തേ. അമ്മ ഇതൊക്കെ പറ്റിക്കലാണ് കേട്ടോ. നീ പറഞ്ഞ പോലെ അല്ല പറയാനെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ ചോറിനോട് ഒരു അന്നം വന്നത് അതുപോലെ അല്ലാന്നേ. അമ്മ അച്ഛന്റെ പേഴ്സിൽ തന്നെ അച്ഛൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇല്ല, നാഗദോഷങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. നാഗദോഷം. ഈ മുഖത്ത് കാണുന്ന കറുത്ത പാടുകളൊന്നും പ്രായക്കൂടുതലിൻ്റെതല്ല, നാഗദോഷത്തിൻ്റെതാണ്. കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് തുറന്നേ.
ആ രണ്ട് കൈയും ഒന്ന് ചേർത്ത് പിടിച്ചേ. ആ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പറയുക. ആ. ദൈവമേ സകല ദോഷങ്ങളും തീർത്ത്, ദൈവമേ സകല ദോഷങ്ങളും തീർത്ത്, സർവ്വ ഐശ്വര്യങ്ങളും എന്റെ കുടുംബത്തിന് നൽകണം. സർവ്വ ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിന് നൽകണം. സകല അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് നൽകണം. സകല അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് നൽകണം. കണ്ണു തുറന്നാ നോട്ടിലേക്കൊന്ന് നോക്കിയോ. ആ നോട്ട് കീറിയിട്ടുണ്ടോ? ഇല്ല ഊട്ടുണ്ടോ? ഇല്ല. ഒന്നുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ആ നാഗദോഷങ്ങൾ മാറാൻ, നാഗദോഷങ്ങൾ മാറാൻ നാഗദൈവങ്ങളെ തുണയ്ക്കണേ, നാഗദൈവങ്ങളെ തുണയ്ക്കണേ, നാഗദോഷങ്ങൾ മാറ്റിത്തരണേ, നാഗദോഷങ്ങൾ മാറ്റിത്തരണേ. ശനീശ്വരൻ ശനീശ്വരൻ പാടത്തും പറമ്പിലും നിന്ന് വിളയാടാതെ പാടത്തും പറമ്പിലും നിന്ന് വിളയാടാതെ ഞങ്ങളുടെ ശനിദോഷം ഞങ്ങളുടെ മാറ്റിത്തരണേ. ശനിദോഷം മാറ്റിത്തരണേ. സ്വന്തം കാര്യം നോക്കി സ്വന്തം കാര്യം നോക്കി ഈ പറമ്പിൽ നിന്ന് പോകണേ. ഈ പറമ്പിൽ നിന്ന് പോകണേ. കണ്ണു തുറന്നോളൂ. നന്നായി പ്രാർത്ഥിച്ചോ? ആ പ്രാർത്ഥിച്ചു. ഭൂത പ്രേത പിശാചുക്കളെ എല്ലാം മനസ്സിൽ വിചാരിച്ച് ആ പൈസ ഈ പുസ്തകത്തിലേക്ക് വെച്ചോളൂ. ഒന്ന് തലയ്ക്ക് ഒഴിഞ്ഞോട്ടെ. സകല ദോഷങ്ങളും മാറിക്കിട്ടും കേട്ടോ. ആ. നന്നായിട്ടുണ്ട്, നന്നായി വരും. കുറച്ച് ദോഷം ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. ഉം. പൂർവജന്മങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇനി ആരാ? കുടുംബത്തിൽ ആരോ മുമ്പ് ഒരു അപകട മരണം നടന്നതായി കാണുന്നുണ്ട്. ആ, മുത്തശ്ശൻ. വെള്ളത്തിൽ വീണാണോ മരിച്ചത്? അല്ല വെള്ളം കിട്ടാതെയാണോ മരിച്ചത്? അല്ല, വണ്ടി ഇടിച്ച്. ആ, എന്തായാലും വെള്ളവുമായൊരു ബന്ധം ആ മരണത്തിന് കാണുന്നുണ്ട്. അയ്യോ, ഇപ്പോഴും അപ്പൂപ്പൻ വെള്ളം കിട്ടാതെ അലയാണോ? അതെ. ആണോ? ആ അതെ. ആ മുത്തശ്ശന് നിത്യവും ഓരോ ഗ്ലാസ് വെള്ളം മുത്തശ്ശനെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ വെക്കണം. സകല ദോഷങ്ങളും മാറി കിട്ടണം. സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടണം. തൃക്കോയിക്കൽ അമ്മയ്ക്ക് ഒരു പട്ടി ആർക്കണം. അതെവിടെയാ? ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അയ്യോ, എത്രയും ദൂരം പോകാൻ പറ്റില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. എന്റെ വീടിനടുത്ത തൃക്കോയിക്കൽ അമ്മയെ വിചാരിച്ച് ഇപ്പൊ തന്നതിന്റെ ഇരട്ടി സംഖ്യ ആ ഒരു കുട്ടി 500 പറഞ്ഞാൽ മതിയായിരുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ആ, മുജ്ജന്മ പാപങ്ങളെല്ലാം തീർത്തു തരണം. ജന്മ പാപങ്ങളെല്ലാം തീർത്ത് തരണേ. സർവ്വ ഐശ്വര്യങ്ങളും തരണേ മുത്തച്ഛ. തരണേ മുത്തച്ഛ. പ്രാർത്ഥിച്ച് മുത്തച്ഛനെ പ്രാർത്ഥിച്ച് തലക്കുഴിഞ്ഞ് പൈസ ഈ പുസ്തകത്തിലേക്ക് വെച്ചോളൂ. അപ്പൊ കഷ്ടകാലങ്ങളൊക്കെ തൃക്കോയിക്കലമ്മ തീർത്ത് സകല ദുഃഖങ്ങളും ഒക്കെ മാറി സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ അടുത്ത തവണ ഞാൻ വരുമ്പോൾ മനസ്സറിഞ്ഞൊരു സമ്മാനം എനിക്ക് തരണം. അമ്മ അനുഗ്രഹിക്കട്ടെ. ഇതുപോലൊരു 3 വീട് കിട്ടിയ ഒരു പൈറ്റിനുള്ള പൈസ